ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് നെക്സ ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്ന വാഹനങ്ങളുടെ ഓഫർ ആണെങ്കിൽ ഇത്തവണ നമ്മൾ നോക്കാൻ പോകുന്നത് അരീന ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്ന ഓഫറുകളാണ്. ഇൻഡസ് മോട്ടോഴ്സ് അരീന വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തിരിക്കുന്നത് പുതിയ സ്വിഫ്റ്റിനാണ്. ഇപ്പോഴാണ് സ്വിഫ്റ്റ് ശരിക്കും വാല്യൂ ഫോർ മണി ആയത്. ഈ ZXi വേരിയന്റിന് ഓട്ടോമാറ്റിക്കിന് കൺസ്യൂമർ ഓഫർ മാത്രം നിങ്ങൾക്ക് 55,000 രൂപ കിട്ടും. എക്സ്ചേഞ്ച് ബോണസ് 15,000 രൂപ. അഡീഷണൽ ഓഫർ എല്ലാം കൂടിയും കൂട്ടി സ്വിഫ്റ്റിന്റെ ZXi വേരിയന്റ് നിങ്ങൾക്ക് 80,000 രൂപ ഓഫറിലും ഓട്ടോമാറ്റിക് മാനുവലിലേക്ക് വരുമ്പോൾ 75,000 രൂപ ഓഫറിലും നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. സ്വിഫ്റ്റിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്നതും ഈ ZXi വേരിയന്റ് തന്നെയാണ്. അപ്പോൾ ഈ ZXi വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ സ്വിഫ്റ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്നത് ഈ ZXi വേരിയന്റിനെയാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും മാരുതി ഉൾപ്പെടുത്തി ഇറക്കിയിരിക്കുന്ന ഒരു വേരിയന്റ് ഈ ZXi വേരിയന്റാണ്. ഇതിനകത്ത് അത്യാവശ്യം വേണ്ട 1-2 ഫീച്ചേഴ്സ് മാത്രമാണ് മിസ്സിങ്. അത് നമുക്ക് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാനും പറ്റും. ഈ വാഹനത്തിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഹെഡ്ലൈറ്റ് LED പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് സ്വിഫ്റ്റിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള DRL കാണാം, അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും യൂണിറ്റ് LED ആയിട്ട് കൊടുത്തിട്ട് ഇൻഡിക്കേറ്റേഴ്സ് മാത്രം മാരുതി എന്തുകൊണ്ടോ ഹാലജനായിട്ട് കൊടുത്തു. ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഏകദേശം 4,000 രൂപയുടെ അടുത്താണ് കോസ്റ്റ് വരിക. ഫ്രണ്ടിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് സ്വിഫ്റ്റിന് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് വീൽസാണ് വരുന്നത്. 15 ഇഞ്ച് അലോയ് വീൽസുകൾ കൊടുത്തിരിക്കുന്നു. ഇത് 185, 65 or 15 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ZXi വേരിയന്റിൽ ഒരു വൈറ്റ് ഫിനിഷിലുള്ള അലോയ് വീൽസും ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഡയമണ്ട് കട്ട് അലോയ് വീൽസുമാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വിഫ്റ്റിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടൊരു കളറ് ഈ ഒരു റെഡ് കളർ തന്നെയാണ്. പിന്നെ നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നതിന് ഡെക്ക് സെൻസർ കാണാം. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നോർമൽ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് കാര്യങ്ങളാണ് ബാക്ക് വെസ്റ്റിന് വരുന്നത്. ആകെ മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന ബാക്കിലെ സ്പോയിലറും റിവേഴ്സ് ക്യാമറയുമാണ്. സ്വിഫ്റ്റിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും സ്പോയിലർ വേണമെന്നുള്ള ഒരാളാണ് ഞാൻ. കാര്യം പറഞ്ഞാൽ ആ സ്പോയിലറിന് വരുമ്പോഴാണ് ഈ വാഹനത്തിന് ശരിക്കുള്ള ഒരു സ്പോട്ടി ലുക്ക് കിട്ടുള്ളൂ ബാക്കിൽ നിന്ന്. നമുക്ക് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വാഷറിൻ്റെ നോസിൽ കാണാം. ബാക്കിൽ വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡിഫോഗർ കൂടിയ ഗ്ലാസ്സുകളാണ്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു C ഷേപ്പിൽ ടൈലൈറ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലും അകത്ത് ഒരു 3 LED സ്റ്റോപ്പ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ റിവേഴ്സ് ലൈറ്റ്, ഏറ്റവും താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ടും മറ്റു യൂണിറ്റ് എല്ലാം LED ആയിട്ടും കൊടുത്തിരിക്കുന്നു. ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് ടൈലൈറ്റിൻ്റെ ഒരു ലുക്ക് കാര്യങ്ങളാണ് തരുന്നത്. അതിന് താഴത്തേക്ക് വന്നാൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ താഴെയായിട്ട് നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാം. ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു കട്ടിങ് കാര്യങ്ങളെല്ലാം ബെമ്പറിൽ കാണാനായിട്ട് പറ്റും. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. 265 ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ്. ZXi വേരിയന്റിൽ നമുക്ക് ബാക്കിൽ പാഴ്സട്ടറി കാര്യങ്ങൾ കാണാം. സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ബൂട്ട് ലൈറ്റ് വരുന്നുണ്ട്. അത് ഒരു ഹാലജൻ ബൂട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സ്പെയർ വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയന്റിൽ വരുന്ന 14 ഇഞ്ച് വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിഫ്റ്റിന് ഏറ്റവും സ്പോർട്ടി ലുക്ക് തരുന്നത് ഈ ഒരു ബ്ലാക്ക് ഇന്റീരിയർ തന്നെയാണ്. അത് ഈ വാഹനത്തിലും മാരുതി നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ സെൻട്രൽ പോർഷനിൽ മാത്രം ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾ ബ്ലാക്ക് കളറിലാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. അതിന് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ കൺട്രോൾസ്, മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ലുകൾ കാണാം. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ മാനുവൽ വേരിയൻ്റ് ആണ്. എന്നിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഡ് പെഡൽ ആ വശങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് താഴെയായിട്ട് ഹുഡ് ഓപ്പൺ ചെയ്യാൻ, ഫ്യൂൽ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഇവിടെ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നു. സ്വിഫ്റ്റ് ZXi വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ ലുക്ക് വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. അത് ഒരു ഡ്രൈവറിനോട് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ആ ഫുൾ ഒരു ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രസയിലൊക്കെ കണ്ടുവരുന്ന സെയിം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് നമ്മുടെ മ്യൂസിക്കിന്റെ കൺട്രോൾസും താഴെ ഫോണിന്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ്
സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, ടെലസ്കോപ്പിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഡിജിറ്റൽ ആൻഡ് അനലോഗ് രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ ആർപിഎം അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അതൊരു റെഡ് ഇൻസൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പോട്ടി ലുക്ക് വരുന്ന രീതിയിലാണ്. അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അറിയാനായിട്ട് പറ്റും. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഫീച്ചറുകൾ എല്ലാം നമുക്ക് അതിനകത്താണ് അറിയാനായിട്ട് കഴിയുക. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാരുതിയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻ സ്ക്രീൻ, 4 സ്പീക്കറോട് കൂടിയാണ് വരുന്നത്. ട്യൂട്ടർ കാര്യങ്ങളൊന്നും ZX വേരിയൻറ്റിലും വരുന്നില്ല. അത്യാവശ്യം വെഹിക്കിൾ ഇൻഫർമേഷൻസ് പോലുള്ള ഡീറ്റെയിൽസും അതിനകത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അത് നമ്മൾ റിവേഴ്സ് ഇടുകയാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. വേറെ റിവേഴ്സ് ക്യാമറ വരുന്നില്ല. റിവേഴ്സ് ക്യാമറ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. ഈ ZX വേരിയൻറ്റിലും എന്തുകൊണ്ടോ അത് മാരുതി ഉൾപ്പെടുത്തിയിട്ടില്ല. താഴത്തേക്ക് വന്നാൽ നമുക്ക് ഹസാർഡ് ലൈറ്റ് കാണാം. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. സ്വിഫ്റ്റിൽ ZX വേരിയൻറ്റോട്ടാണ് ഓട്ടോമാറ്റിക് വരുന്നത്. AC മറ്റെല്ലാ വേരിയൻറ്റുകളിലും VXIയും LXIയിലും എല്ലാം മാനുവൽ AC കൺട്രോൾസ് ആണ്. സെയിം ലുക്ക് സിമിലർ തന്നെയാണ്. ഈ ഓട്ടോ എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾക്ക് VXIയിലും VXI പ്ലസിലും LXIയിലും കാണാനായിട്ട് പറ്റത്തില്ല. അതാണ് ഇതുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം. നമുക്ക് വയർലെസ് ചാർജിംഗ് പാഡ് ZX വേരിയൻറ്റിൽ വരുന്നുണ്ട്. നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ബേസിക് ആയിട്ടുള്ള കീ ആണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ വേരിയൻ്റാണ്. അതിൻ്റെ ഗിയർ ലെവർ കാണാം. സെൻറ്റർ ആംറസ്റ്റ് കാര്യങ്ങൾ വരുന്നില്ല. കാരണം നമുക്ക് 2 ചാർജിങ് പോർട്ടുകൾ ഇവിടെ സെൻറ്ററിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു USB-യും ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ടും എന്ന രീതിയിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ, സെൻറ്റർ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിൽ ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിമിലർ സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് എല്ലാ വേരിയൻറ്റുകളിലും. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സോ ലൈറ്റോ ഒന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാൻ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കളറിലാണ്. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. സ്പീക്കർ വീല് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷിൽ കാണാം. 2 പേർക്കുള്ള AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 AC വെൻസ് എന്നുള്ള രീതിയിൽ തന്നെ അത് കൊടുത്തിരിക്കുന്നു. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ വാഹനത്തിൻ്റെ സീറ്റ് അത്യാവശ്യം ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു നീ റൂം നോക്കുകയാണെങ്കിൽ 4 ഫിംഗേഴ്സിൻ്റെ നീ റൂം ബാക്കിയുണ്ട്. കാലക്കകത്തിട്ട് സുഖമായിട്ടിരിക്കാം. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ്റൂം ഉണ്ട്. നിവർന്നിരുന്നാൽ പോലെ 10 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ഉണ്ട്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 പേർക്ക് പ്ലസ് ഒരു കിറ്റ്. അതാണ് ഇതിനകത്ത് കംഫർട്ടായിരുന്നു യാത്ര ചെയ്യാൻ പറ്റുക. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ വേറെ റീഡിങ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അത്യാവശ്യം കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ബാക്ക് സ്പേസ് ആണ്. സ്വിഫ്റ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡിസയറിന് ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ കിട്ടിയ സ്ഥിതിക്ക് സ്വിഫ്റ്റിനും ഒരു 3 സ്റ്റാർ എങ്കിലും കിട്ടേണ്ടതാണ്. സെയിം പ്ലാറ്റ്ഫോമും സെയിം സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് സ്വിഫ്റ്റിലും വരുന്നത്. ഇനിയും സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 എയർ ബാഗ് ബേസ് വേരിയൻ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനെ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ബേസ് വേരിയൻ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ വാഹനത്തിൽ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് പുതിയ സ്വിഫ്റ്റിലും പുതിയ ഡിസയറിലും വന്നിരിക്കുന്നത്. അതൊരു Z സീരീസ് എഞ്ചിനാണ്. അറൗണ്ട് 82 HP പവർ തരുന്ന ഒരു എഞ്ചിനാണ് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ്. ഈ വാഹനത്തിന്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്നത് ഇതിന്റെ മൈലേജ് ആണ്. ഇതിന്റെ പെട്രോൾ വേരിയന്റിന് മാനുവലിന് ഏകദേശം 25 km/ലിറ്ററും ഓട്ടോമാറ്റിക്കിനും ഓൾമോസ്റ്റ് 25.7 km/ലിറ്ററുമാണ് മൈലേജ് തരുന്നത്. CNGയിലേക്ക് വന്നു കഴിഞ്ഞാൽ 33.7 km/ലിറ്ററാണ് CNG തരുന്ന മൈലേജ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ CNG കൺസിഡർ ചെയ്യാവുന്നതാണ്. പലരും പല വീഡിയോയുടെയും താഴെ കമന്റായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് സ്വിഫ്റ്റിന് പവർ കുറവാണോ എന്ന്. നിങ്ങളിപ്പോൾ സ്വിഫ്റ്റിൽ നിങ്ങളൊരു ഡെയിലി യൂസിനാണ് ഈ വാഹനം എടുക്കുന്നത്, 2 പേർ അല്ലെങ്കിൽ 3 പേരൊക്കെ വെച്ചാണ് ഡെയിലി യാത്ര ചെയ്യുന്നത്, നിങ്ങൾ ഹിൽ സ്റ്റേഷനിലുള്ള ഏരിയയിലേക്കൊന്നുള്ള യാത്ര ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സ്വിഫ്റ്റിൽ പവർ ലാഗ് ഫീൽ ചെയ്യില്ല. പവർ ലാഗ് ഫീൽ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 5 പേര് വെച്ച് ഫുൾ ലോഡിൽ ഈ വാഹനത്തിന് പോകുന്നു, നിങ്ങൾക്ക് സഡൻ ഓവർടേക്ക് ചെയ്യേണ്ട സമയത്ത് നിങ്ങളൊന്ന് ഗിയർ ഡൗൺ ചെയ്ത് നല്ല രീതിയിൽ പുഷ് ചെയ്താൽ മാത്രമാണ് വാഹനം ഓവർടേക്ക് ചെയ്ത് കയറുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പവർ ലാഗ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ 5 പേരൊക്കെ വെച്ച് ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ പോകാൻ, ഇപ്പോൾ മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കയറ്റം കയറുന്ന സമയത്ത് മറ്റൊരു വാഹനം, അതായത് ഇതിന്റെ പഴയ സ്വിഫ്റ്റ് ചിലപ്പോൾ 3rd ഗിയറിൽ കയറുന്ന ഒരു കയറ്റം ചിലപ്പോൾ ഈ സ്വിഫ്റ്റ് 2nd ഗിയറിലേക്ക് കയറുള്ളൂ. നമ്മൾ മുൻകൂട്ടി കണ്ട് കാല് കൊടുത്താൽ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് പവർ ലാഗ് കാര്യങ്ങൾ
ഒന്നും തന്നെ ഈ വാഹനത്തിലും ഫീൽ ചെയ്യില്ല. പക്ഷെ ചെറിയൊരു പവർ ലാഗ് ഫീൽ ചെയ്യാലും മൈലേജിൽ 20% ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരു 22 km/ലിറ്റർ ഇതിന്റെ പെട്രോളിനും CNGക്കും 30 വരെ മൈലേജ് ലഭിക്കുന്നവരുണ്ട്. പുതിയ സ്വിഫ്റ്റിന്റെ ഇയർ എൻഡ് പ്രൊമോഷനോട് കൂടിയ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴാണ് സ്വിഫ്റ്റ് ശരിക്കും വാല്യൂ ഫോർ മണി ആയത്. ഇത്രയും നാളെ സ്വിഫ്റ്റ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഈ ഓഫറുകളെല്ലാം വന്ന സമയത്ത് സ്വിഫ്റ്റ് ശരിക്കും കൺസിഡർ ചെയ്യാവുന്ന ഒരു പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ VXI വേരിയന്റിന് മാനുവലിന് 40,000 രൂപ കൺസ്യൂമർ ഓഫറും VXI ഓട്ടോമാറ്റിക്കിന് 45,000 രൂപയുടെ കൺസ്യൂമർ ഓഫറും വരുന്നുണ്ട്. ZXI വേരിയന്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ZXI ആൻഡ് ZXI പ്ലസ് വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 45,000 രൂപ മാനുവലിന് കൺസ്യൂമർ ഓഫറും ഓട്ടോമാറ്റിക്കിന് 55,000 രൂപയുടെ കൺസ്യൂമർ ഓഫറും വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ZXI വേരിയന്റിന് ഓട്ടോമാറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് 55,000 രൂപ സ്ട്രൈറ്റ് അവേ കൺസ്യൂമർ ഓഫർ എന്നുള്ള രീതിയിൽ കുറവ് കിട്ടും. പ്ലസ് എക്സ്ചേഞ്ച് ബോണസ് അവൈലബിൾ ആണ്. അഡീഷണൽ ഓഫറുകളെല്ലാം ഉൾപ്പെടെ ഏകദേശം 80,000 രൂപ കുറവിൽ നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാം. ഇപ്പോൾ LXI വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 6,95,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വിഫ്റ്റിന്റെ LXI വേരിയന്റ് ഓൺ റോഡ് ഇറക്കാം. 7,73,000 രൂപയായിരുന്നു ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്. അതിപ്പോൾ 6,95 ഓൺ റോഡ് ഇറക്കാം. VXIയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് VXI ആണ്. VXIക്ക് അതുകൊണ്ട് കമ്പനി 40,000 രൂപയുടെ ഓഫറാണ് കൊടുത്തിട്ടുള്ളൂ. VXI മാനുവൽ വേരിയന്റ് 8 ലക്ഷം രൂപയ്ക്കും VXI ഓട്ടോമാറ്റിക് വേരിയന്റ് 8,55,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറങ്ങും. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ZXI വേരിയന്റ് മാനുവലിന് 9,10,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 9,55,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അപ്പോൾ ഈ ഒരു പ്രൈസ് വന്നപ്പോൾ സ്വിഫ്റ്റ് ശരിക്കും വാല്യൂ ഫോർ മണി ആയി എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നമുക്ക് സ്വിഫ്റ്റ് ബലോനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 50,000 രൂപ കുറവിൽ സ്വിഫ്റ്റ് ഇറങ്ങും. അപ്പോൾ സ്വിഫ്റ്റ് ശരിക്കും വാല്യൂ ഫോർ മണിയാണ്. അതുപോലെ തന്നെ ഇയർ എൻഡ് പ്രൊമോഷൻസ് സ്വിഫ്റ്റിന് മാത്രമല്ല അരീന ബ്രാൻഡിനുള്ള ഒരു എല്ലാ വാഹനങ്ങൾക്കും വന്നിട്ടുണ്ട്. ഓൾട്ടോയ്ക്ക് ഏകദേശം 35,000 രൂപയുടെ ഓഫറും വാഗണറിന് 40,000 രൂപയുടെ ഓഫറും സെലോറിയോയ്ക്ക് 35,000 രൂപയുടെ ഓഫർ, അങ്ങനെയാണ് ഓഫറുകൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തിരിക്കുന്നത് സ്വിഫ്റ്റിനാണ്. എനിക്ക് തോന്നുന്നു മാരുതി തന്നെ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും സ്വിഫ്റ്റിന് ഓവർ പ്രൈസ് ആണ്, അതുകൊണ്ട് ഓഫറുകൾ കൊടുത്ത് അത്യാവശ്യം വാഹനങ്ങൾ വിൽക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളൊരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ സ്വിഫ്റ്റാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ടൈം തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.